ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കർത്ഥമറിഞ്ഞുകൊണ്ട് രണ്ട് ശീല് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും
ഞാനന്ത്യം വരെ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവ എൻ മനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കായി. മാറ്റമില്ലാത്തവൻ എൻ മനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കായി. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്നാൾ തിരുപാദസേവയതാൽ. തീരണം പാരിലെന്നാൾ തിരുപാദസേവയതാൽ. ചേരും ഞാനോടുവിലൻ പ്രിയനരികിൽ. അരുമയോടവനെന്നെ മാറോടണയ്ക്കും. ചേരും ഞാനോടുവിലൻ പ്രിയനരികിൽ. അരുമയോടവനെന്നെ മാറോടണയ്ക്കും. ദൈവത്തിന് സ്തോത്രം. നാം പാടിയത് കുരിശെടുത്തുകൊണ്ട് ഞാൻ അന്ത്യം വരെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമെന്നാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അനേക കുരിശുകൾ നമുക്കുണ്ട്. കുരിശ് ചുമന്ന ഒരുപക്ഷെ വലഞ്ഞായിരിക്കാം നാം ഇന്ന് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നാം ചിന്തിക്കും, ദൈവമേ, ഈ കുരിശ് എനിക്ക് എടുക്കാൻ പറ്റൂലല്ലോ, എനിക്ക് ചുമക്കാൻ പറ്റുന്നതിലും ഭാരമാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നിരിക്കുന്ന ഈ കുരിശ് എന്ന് ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, പക്ഷേ നാം പാടിയത്, അവസാനം പാടി നിർത്തിയത്, ഈ ലോക ജീവിതം കുരിശിൻ്റെ അനുഭവമാണെങ്കിലും ഞാൻ ഒരു ദിവസം എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഞാൻ അവനോട് ചേരുമെന്നാണ് നാം പാടിയത്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇവിടെ കുരിശിൻ്റെ അനുഭവമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, കണ്ണുനീരുണ്ട്, എല്ലാം പ്രതിസന്ധികളാണ്. എങ്ങോട്ട് നോക്കിയാലും ആശ്വസിക്കാനൊരു വക കാണുന്നില്ല. നമ്മുടെ പലരുടെയും ജീവിതം അങ്ങനെയല്ലേ? പലതരത്തിലുള്ളതായ ദുഃഖങ്ങൾ, ദുഃഖ വിഷയങ്ങൾ, വേദനാ വിഷയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രത്യാശ എന്താണ് പ്രിയപ്പെട്ടവരെ? ചേരും ഞാൻ ഒടുവിലൻ പ്രിയൻ അരികിൽ. അന്ന് ഞാൻ അവനോട് ചേരും, അവൻ്റെ തിരുമാർവിൽ ഞാൻ അണയും. അതാണൊരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ ഇപ്രകാരം ഒരു ധ്യാനം വായിക്കുകയുണ്ടായി. അതിലൊരു വിശ്വാസിയായ സഹോദരി പണിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച് ദൈവസന്നിധിയിൽ ചെന്നു. എന്നിട്ട് അവൾ പറയുകയാണ്, ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ കുരിശ് വളരെ ഭാരമാണ്, എനിക്കിത് ചുമക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവേ, ഈ കുരിശൊന്ന് മാറ്റി എനിക്ക് ഇച്ചിരി ഭാരം കുറഞ്ഞ ഒരു കുരിശ് തരാമോ? വാത്സല്യനിധിയായ കർത്താവ് പറഞ്ഞു, മകളെ, നിന്റെ കുരിശിന് ഭാരമുണ്ട്, എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യേ, ദാ അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, നിന്റെ ആ കുരിശ് ആ ബോക്സിലേക്ക് ഇട്ടേരെ. എന്നിട്ട് മറ്റ് പല കുരിശുകളും അതിലുണ്ട്, അത് മറ്റ് പല ദൈവമക്കളുടെയും കുരിശാണ്. നീ ഭാരം കുറഞ്ഞത് നോക്കി നീ ഒരെണ്ണം എടുത്തു. കർത്താവ് ഈ ദൈവദാസിയോട് പറയുകയാണ്. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ പ്രതീക്ഷയോടെ ചെന്ന് അവളുടെ കുരിശ് ആ ബോക്സിലിട്ടു. എന്നിട്ട് അവൾ അതിനകത്ത് പരിശോധിക്കുകയാണ്, ഭാരം കുറഞ്ഞൊരു കുരിശിന് വേണ്ടിയിട്ട്. കുറേ നേരം അവൾ പരിശോധിച്ചിട്ടും അവൾ നോക്കുന്നതെല്ലാം അവളുടെ കുരിശിനേക്കാൾ ഭാരമേറിയതാണ്. കുറേ സമയം വീണ്ടും പ്രതീക്ഷയോടെ തെരഞ്ഞു. എന്നിട്ട് അവസാനം അവൾ ഒരു കുരിശെടുത്തുകൊണ്ട് പോന്നു. കർത്താവ് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, മകളെ, അത് നിന്റെ കുരിശ് തന്നെയാണ്.
നീ ആ ബോക്സിലേക്ക് ഇട്ട ആ കുരിശ് തന്നെയാണ്. കാരണം അതിനാണ് ഏറ്റവും ഭാരം കുറവ്. നാം പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, എന്നെപ്പോലെ കഷ്ടപ്പെടുന്നൊരു മനുഷ്യനില്ലല്ലോ, എന്നെപ്പോലെ വേദന അനുഭവിക്കുന്നൊരു വ്യക്തി വേറെ ആരും ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ സത്യം അതല്ല. നാം മറ്റുള്ളവരുടെ വേദനകൾ അറിയുമ്പോൾ, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിയുമ്പോൾ, മറ്റുള്ളവരുടേതായ പ്രതിസന്ധികൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാം കുരിശ് ചെറുതാ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന, ദൈവം അനുവദിച്ചിരിക്കുന്ന കുരിശ് ചെറിയ കുരിശാണ്. പ്രിയപ്പെട്ടവരെ, കുരിശ് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഒരു കാര്യം നാം വിശ്വസിക്കുക, ദൈവം അറിയാതെ ഒരു കുരിശും നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്ക് സഹിക്കാവുന്നതിലും വലിയ കുരിശ് നമ്മെ ഏൽപ്പിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. കുരിശ് വഹിച്ച് വലഞ്ഞ് ദുഃഖിച്ച് നിരാശപ്പെട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ദൈവത്തിന് വചനം പറയുന്നു. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പരീക്ഷണങ്ങളും പരിശോധനകളും വേദനകളും കുരിശിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസിയോട് ജീവനുള്ള ദൈവം പറയുകയാണ്. എന്താണ് പറയുന്നത്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം നമ്മോട് പറയുകയാണ്, ജീവനുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ നിങ്ങൾക്ക് പോക്ക് വഴിയുണ്ടാക്കും. പ്രിയപ്പെട്ടവർ, ഒരു വിശ്വാസിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷ അവൻ അനുവദിക്കുകയില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായൊരു ദൈവമുണ്ട്. നമുക്ക് സഹിക്കാൻ കഴിയുന്നതേ അവൻ നമുക്ക് തരികയുള്ളൂ. അവനറിയാം നമുക്ക് എന്ത് പ്രാപ്തിയുണ്ടെന്ന്. എത്ര വലിപ്പമുള്ള കുരിശ് ചുമക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്ന് എൻ്റെ ദൈവത്തിനറിയാം. അതിന് മീതെയുള്ള പരീക്ഷ എൻ്റെ ദൈവം എനിക്ക് അനുവദിക്കുകയില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നുണ്ടോ? എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. കാരണം ഈ ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന് അറിയാം ഞാൻ ആരാണെന്ന്. എത്രമാത്രം ഭാരം ചുമക്കാൻ എനിക്ക് പ്രാപ്തിയുണ്ടെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ ചുമക്കുന്ന ഈ ഭാരം എൻ്റെ ദൈവം തന്നിരിക്കുന്നത്. അതെൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, അതെൻ്റെ രൂപാന്തരത്തിന് വേണ്ടിയിട്ടാണ്, അതെൻ്റെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ കുരിശിൻ്റെ ഭാരമേറിയത് നമുക്ക് തോന്നുകയില്ല. സന്തോഷത്തോടെ കുരിശ് ചുമന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്ക് അവനെ പാടി സ്തുതിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കുരിശ് ഭാരമേറിയതാണല്ലോ എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിനറിയാം എൻ്റെ ജീവിതം എന്താണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. നാം ചിന്തിച്ചു വന്നതായ വിഷയം വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാരെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇവിടെ നാം വായിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അത് കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്നാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമുക്കിടയാകുന്നത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവർ. കാരണം ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾ കേൾക്കുവാൻ, ശബ്ദം കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. അനേകർക്ക് സാധിച്ചിട്ടില്ല, അനേകർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അല്ല, അവസരം കിട്ടിയവർക്ക് അതിന് താല്പര്യമില്ല. എന്നാൽ ഈ നിസ്സാരന്മാരായി നമുക്ക് ജീവനുള്ള ദൈവത്തിന്റെ സ്വർഗീയ ആലോചനകൾ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമാണ് നാം ഭാഗ്യശാലികളാണ്. ദൈവത്തിന് വചനം കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരുമാണ് ഒന്നാമത്തെ ഭാഗ്യവാൻ. രണ്ടാമത്തെ ഭാഗ്യവാൻ ആരാണ്? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. വചനം അനുസരിക്കുന്നവനാണ് ഭാഗ്യവാൻ. വചനം അനുസരിക്കുന്നു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനാണ് ഭാഗ്യവാൻ.
യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ ഹൃദയത്തിലെ ഒരു സ്വപ്നമാണോ അത്? നമ്മൾ ഹൃദയത്തിലൊരു സന്തോഷ വിഷയമാണോ അത്? അതെയോ നാം അതെല്ലാം മനസ്സോടെ ഇങ്ങ് മറന്നു കളയുകയാണോ? യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയമാണോ വരുന്നത്? പേടിയാണോ വരുന്നത്? അതെയോ പ്രത്യാശ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയുകയാണ്? എൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും കണ്ണുനീരും വേദനയും വേർപാടും എല്ലാം തീരാൻ പോവുകയാണ്. ഞാൻ എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ കാണാൻ പോവുകയാണ്. ഞാനവനെ മുഖാമുഖം കാണാൻ പോവുകയാണ്. ആ ഒരു സന്തോഷം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, അതിന് 12-ാം വാക്യം കൂടെ നമുക്കത് വായിച്ച് കേൾക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഓമേഗയും, ഒന്നാമനും ഒടുക്കത്തവനുമാകുന്നു. ആദിയും അന്തവുമാകുന്നു. ഞാൻ ആദിയും അന്തവുമാകുന്നു. ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്ന യേശുക്രിസ്തു പറയുകയാണ്, ഞാനിതാ വേഗം വരികയാണ് എന്ന്. തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ, തന്റെ പ്രിയമക്കളെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ഇതാ മധ്യാകാശത്തിൽ വരാറായി. പ്രിയപ്പെട്ട ദൈവവേദലേ, നീ ഒരുങ്ങിയോ? നീ ഒരുങ്ങിയോ? നിന്റെ മണവാളനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവനാണ് ഭാഗ്യവാൻ. നാം പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെ നാം പഠിക്കുമ്പോൾ അവരെല്ലാം ദൈവവചനം ചോദ്യം ചെയ്യാതെ അനുസരിച്ചവരാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ പഴയ നിയമ വിശുദ്ധനായ നോഹയെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. ജീവനുള്ള ദൈവം മഴ പെയ്യാത്ത കാലത്ത്, മഴ എന്താണെന്ന് അറിയാത്ത കാലത്ത് നോഹയോട് ദൈവം പറയുകയാണ്, നോഹ ഇതാ വലിയൊരു ജലപ്രളയം വരാൻ പോവുകയാണ്. അന്നത്തെ ജനത്തിന്റെ പാപം ദൈവസന്നിധിയിൽ എത്തിയത് കൊണ്ട് അന്നത്തെ ജനത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു പെട്ടകമുണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, മാനുഷികമായി ബുദ്ധിയിൽ ചിന്തിച്ചാൽ വേണമെങ്കിൽ നോഹയ്ക്ക് ചോദിക്കാം, ദൈവമേ എന്താണ് ഈ പെട്ടകം? എന്തിനാണ് ഈ പെട്ടകം? ദൈവം പറയുകയാണ്, വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു. എന്താണ് ജലപ്രളയം? അന്നുവരെ മഴ പെയ്തിട്ടില്ല, മഞ്ഞുകൊണ്ടാണ് ഭൂമിയെ നനച്ചിരുന്നത്. ആ കാലത്ത് ദൈവം നോഹയോട് പറയുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, അതുവരെ കാണാത്തവയെക്കുറിച്ച് നോഹയ്ക്ക് അരുളപ്പാട് കിട്ടുകയാണ്. നോഹ എന്ത് ചെയ്തു? നോഹ ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പെടുന്നു. നോഹ വചനം അനുസരിച്ചു, ചോദ്യം ചെയ്തില്ല. ഇതെന്തിനാണ് ദൈവമേ എന്ന് ചോദിച്ചില്ല, കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു വിശ്വാസം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ വചനം കണ്ണുമടച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശ്വസിച്ചാലാണ് നമുക്ക് അനുസരിക്കാൻ കഴിയുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് അനുസരണവുമില്ല. വിശ്വാസത്തിൽ നിന്നാണ് അനുസരണം വരുന്നത്. നോഹ കണ്ണുമടച്ച് വിശ്വസിച്ചു. എനിക്കറിയില്ല മഴ എന്താണെന്ന്, വെള്ളപ്പൊക്കം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിക്കുകയാണ്, ഞാൻ പെട്ടകം പണിയുകയാണ്. നോഹ പെട്ടകം പണി തുടങ്ങി. എത്രയോ പേർ നോഹയെ കളിയാക്കി, എത്രയോ പേര് ഇവൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പക്ഷെ നോഹയ്ക്കൊന്നും വിഷയമല്ല, നോഹയ്ക്കൊന്നും മനസ്സിലാകുന്നുമില്ല. പക്ഷേ നോഹ അനുസരിച്ചു, കാരണം എൻ്റെ ദൈവമാണ് എന്നോട് കൽപ്പിച്ചത്. പ്രിയപ്പെട്ട, നമുക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? ഈ ദൈവവചനത്തിൽ കണ്ണുമടച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ വചനം അനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ത് ചെയ്തു? അതിന്റെ 8-ാം വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ. വിശ്വാസത്താൽ അബ്രഹാം, അവിടെയും വിശ്വാസമാണ്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറേ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതാണ് വിശ്വാസം. ഇങ്ങനൊരു വിശ്വാസിയായി ഈ തലമുറയിൽ ജീവിക്കാൻ പ്രിയപ്പെട്ട ദൈവവേദലേ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന്റെ വചനം കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല.
ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാനാണ് ദൈവം കൽപ്പിച്ചത്. ഏതാണ് ഈ കാണിപ്പാനിരിക്കുന്ന ദേശം? അന്ന് ഗൂഗിൾ മാപ്പൊന്നുമില്ല, ദൈവം ഒരു ഡയറക്ഷനും പറഞ്ഞില്ല. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അബ്രഹാമേ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയെല്ലാം വിട്ട് നീ പുറപ്പെടുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടാണ് ദൈവം അത് കൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ പുറപ്പെടുമോ? നിങ്ങൾ അനുസരിക്കുമോ വചനം? നാം ചിന്തിക്കും, അതെനിക്ക് തോന്നിയതായിരിക്കും. ദൈവം അങ്ങനെയൊന്നും കൽപ്പിക്കില്ലല്ലോ. അന്ന് കൂട്ടായ്മയുള്ള കാലമല്ല, ആലോചന നയിക്കാൻ ഒരു മനുഷ്യനുമില്ല, വിഗ്രഹാരാധിയായി ജീവിച്ച കാലമാണ്. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യമൊന്നും അബ്രഹാമിന് പറയാനില്ല. പക്ഷേ ദൈവത്തിന്റെ ശബ്ദമാണെന്ന് അബ്രഹാമിന് മനസ്സിലായി. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാം അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. എങ്ങോട്ടാ പുറപ്പെടണേ അറിയാൻ വയ്യ. ഇതാണ് വിശ്വാസ ജീവിതം, ഇതാണ് ആത്മീയ ജീവിതം. എവിടേക്കാണ് കാലെടുത്ത് വെക്കുന്നത് അറിയില്ല, ശൂന്യതയിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കണ്ണുമടച്ചനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവം അബ്രഹാമിനെ നടത്തിയില്ലേ? ദൈവം വെറുതെയാണോ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയത്? ഒന്നും അറിയില്ല, പക്ഷെ ദൈവവചനത്തിലുള്ള വിശ്വാസം കിട്ടി. ദൈവം പറഞ്ഞത് കണ്ണുമടച്ചനുസരിക്കുകയാണ്. വചനമനുസരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പ്രിയപ്പെട്ടവർ? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, നിന്റെ വചനം, ഈ വചനം അച്ചട്ടായി വള്ളിപുളി തെറ്റാതെ അനുസരിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ മറ്റാരിലേക്ക് നോക്കുന്നില്ല. വചനം അനുസരിച്ചുള്ള ജീവിതമായിരിക്കും എൻ്റെ. പ്രിയപ്പെട്ടവരെ, നാം എത്രയോ കേട്ടവരാണ്. നാം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരല്ലേ? സ്വർഗീയ ആലോചനകൾ ഒട്ടും മറച്ചു വെക്കാതെ നാം എത്രയോ വർഷങ്ങൾ കേട്ടു. ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുന്നത്. എത്രയോ നാളുകളായി വചനം കേൾക്കുന്നു. ഈ വചനപ്രകാരം ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ടുണ്ടോ? ഞാനൊരു ആകേണ്ട സമയം പണ്ടേ കഴിഞ്ഞില്ലേ? നമ്മളെല്ലാം ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലമായില്ലേ? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലമായി. എവിടം വരെ എത്തിയതിൻ്റെ ആത്മീയ വളർച്ച? പ്രിയപ്പെട്ടവരെ, ഇനി എത്ര കാലമുണ്ട്? ഇനി എന്ന് മാറാനാണ് നാം തീരുമാനിച്ചിരിക്കുന്നത്? ഇനി എന്ന് ഞാൻ മാറും? ഇനി എന്ന് ഞാൻ ഫലം കായ്ക്കും? ഇനി ഞാൻ എന്ന് ആത്മീയനായി തീരും? പ്രിയപ്പെട്ടവരെ, നാം ഉണരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം ഉണരേണ്ട സമയം, ഞാൻ ഉൾപ്പെടെ ഉണരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം ആഴത്തിലേക്ക് നീക്കി വളർക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിരാശപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. എന്നാൽ നാം ഇങ്ങനെ ഇരുന്നാൽ പോരാ പ്രിയപ്പെട്ടവരെ. നാം ആരും ഇങ്ങനെ ഇരുന്നാൽ പോരാ. നമ്മിൽ ജീവനുള്ള ദൈവം വലിയ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട്, വലിയ പ്രതീക്ഷകൾ. നാം വിചാരിക്കും, എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് ബുദ്ധിയില്ലല്ലോ, എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസം കുറവാണല്ലോ. അതൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് കുതിരയല്ല വേണ്ടത്, ദൈവത്തിന് കഴുതയാണ് വേണ്ടത്. ദൈവത്തിന് കുതിരയെ ആവശ്യമില്ല. ദൈവത്തിന് വാഹനമേറാൻ ശക്തിയുള്ള മൃഗമായ കുതിരയല്ല ദൈവം തിരഞ്ഞെടുത്തത്, കഴുതയാണ് അവന് വേണ്ടത്. പ്രിയപ്പെട്ട ദൈവം, ഇതില് നീ ഒരു കഴുതയെ പോലെ നിന്റെ തലയെന്ന് യേശുവിന് മുമ്പിൽ ഒന്ന് കുനിച്ചു കൊടുക്കാമോ? അവൻ നിന്റെ മേൽ വാഹനമേറും, അവന്റെ ഇഷ്ടം നിന്നിൽ നിവർത്തിക്കും. എനിക്ക് മനസ്സാണോ? ദൈവഹിതത്തിനു വേണ്ടി എന്നെ തന്നെ മുഴുവനായിട്ട് സമർപ്പിക്കാൻ എനിക്ക് മനസ്സാണോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ. ഏലിയാവിനറിയാം തല പോവാൻ പോവുകയാണ്, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പോകുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു ആഹാബിനോട് കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ. ചോദ്യം ചെയ്തില്ല. ദൈവമേ, ഇപ്പൊ പോണോ? ഞാൻ തന്നെ പോണോ? ഞാൻ ഒറ്റയ്ക്ക് പോണോ? ഇതൊന്നും ഏലിയാവ് ചിന്തിച്ചില്ല. ദൈവം പറഞ്ഞു നീ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ. ദൈവം പറഞ്ഞതനുസരിച്ച് കൊട്ടാരത്തിലേക്ക് ചെന്നു. ആഹാബിനോട് പറയാനുള്ളത് പറഞ്ഞു. ഏലിയാവ് തിരിച്ചു പോന്നു. ഇനി എങ്ങോട്ടാ പോകണ്ടേ? ദൈവം പറഞ്ഞു, നീ കരീത്തിന്റെ വക്കിലേക്ക് പോക്കോ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അനുസരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മെ നടത്തുന്നതായ ഒരു പരിശുദ്ധാത്മാവുണ്ട്. നീ അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്ന് നിനക്ക് പറഞ്ഞു തരുന്നൊരു പരിശുദ്ധാത്മാവ് ജീവിക്കുന്നുണ്ട്. നാം വെറുതെ അന്ധതയിലേക്കല്ല ജീവിക്കുന്നത്. നമ്മെ നടത്താൻ ഒരു ജീവനുള്ള ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഒരു ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം തന്നെത്താൻ ദൈവസന്നിധിയിലിരിക്കണം.
ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ വേദനാ വിഷയങ്ങളെല്ലാം അവൻ്റെ കാൽപാദത്തിൽ നിങ്ങൾ ഇറക്കി വെക്കണം. കർത്താവേ, ഞാൻ ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ആലോചന ചോദിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. എന്നെ നീ സത്യത്തിൽ നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മ നടത്താൻ ഒരു ദൈവാത്മാവില്ലേ പ്രിയപ്പെട്ടവർ? നമ്മ നടത്താൻ ഒരു ആത്മാവില്ലേ? നിങ്ങൾ തന്നെ താൻ ആവശ്യക്കാരായി ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, ഞാൻ ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? നീ എന്നെ ഒന്ന് സത്യത്തിൽ നടത്തണമേ, ഒരു തെറ്റുപറ്റാത്തൊരു സ്റ്റെപ്പ് എടുക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ എളിയവനായ ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മെ സത്യത്തിൽ വഴി നടത്താൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ ജീവനുള്ള ക്രിസ്തുവാണ്. അവന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കൂ. നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ യേശുവിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കൂ. അവൻ്റെ പാദത്തിൽ നിങ്ങൾ ഇരിക്കൂ. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. ഞാൻ എന്നും പറയാറുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ എന്നെ സഹായിക്കാൻ കർത്താവേ വേറെ ആരും എനിക്കില്ല. എൻ്റെ അപ്പൻ മരിച്ചുപോയി. ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ എനിക്ക് വേറൊരു നാമമില്ല. എന്നെ സഹായിക്കാൻ വേറൊരു കരമില്ല. നിന്റെ കരം ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചില്ലെങ്കിൽ, നിന്റെ കരം എന്നെ നടത്തിയില്ല എങ്കിൽ എന്നെ നടത്താൻ ആരുമില്ല. ഞാനൊരു കഴിവില്ലാത്ത മനുഷ്യനാണ്. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് പരിജ്ഞാനം കുറവാണ്, എനിക്ക് ബുദ്ധി കുറവാണ്, എനിക്ക് കഴിവുകളില്ല. കർത്താവേ, എങ്കിലും ഞാൻ നിന്റെ സൃഷ്ടിയല്ലേ, ഞാൻ നിന്റെ തിരുരക്തത്തിന്റെ വിലയല്ലേ, എന്നെ നീ ഒന്ന് സഹായിക്കണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തൃപ്പാദത്തിൽ ആശ്രയിക്കുമ്പോൾ എന്നെ സത്യത്തിൽ വഴി നടത്തുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവർ. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ്, അവൻ നമ്മെ കരുതുന്നവനാണ്, അവൻ നമ്മുടെ വേദന അറിയുന്നവനാണ്. മകളെ, നിന്റെ കണ്ണുനീര് അവൻ കാണുന്നുണ്ട്. സഹോദരൻ, നിന്റെ വേദന അവൻ അറിയുന്നുണ്ട്. നിന്റെ കുരിശിന്റെ ഭാരം യേശു അറിയുന്നുണ്ട്. നീ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, നീ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. അവന്റെ പാദത്തിൽ നിന്റെ വേദന വിഷയങ്ങൾ ഇറക്കി വയ്ക്കൂ. അവനോട് നിന്റെ ആവശ്യങ്ങൾ പറയൂ. നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കൂ. കർത്താവേ, നിന്റെ തിരുവചനം അനുസരിച്ച് ഇന്ന് മുതൽ യേശു ക്രിസ്തുവിന്റെ ഒരു വിശുദ്ധനായി ഞാൻ ഇന്ന് മുതൽ ജീവിക്കുമെന്ന് പ്രിയപ്പെട്ട ദൈവം, നിനക്ക് തീരുമാനമെടുക്കാമോ? നമ്മുടെ കണ്ണുകൾ നമുക്ക് ഒരു നിമിഷം യേശുവിന്റെ സന്നിധിയിൽ വണക്കാൻ പ്രിയപ്പെട്ടവരെ. യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. യേശു നമ്മുടെ അരികിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ. അവന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? യേശു എത്ര നല്ലവനാണ്, യേശു എത്ര വിശ്വസ്തനാണ്. അവൻ നമ്മെ സ്നേഹിച്ചല്ലോ, അവൻ നമ്മെ വീണ്ടെടുത്തല്ലോ, അവൻ നമ്മുടെ പാപം ക്ഷമിച്ചു തന്നല്ലോ, അവന്റെ കരം നമ്മുടെ മേൽ വെച്ചല്ലോ, അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ, അവൻ നമ്മെ സത്യത്തിൽ നടത്തുന്നല്ലോ. ജീവനുള്ള ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ. ജീവനുള്ള യേശുവേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ. ജീവനുള്ള പരിശുദ്ധാത്മാവേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദനാ വിഷയങ്ങളിൽ നിന്റെ ആടിപ്പാടുള്ള കരം ഇപ്പോൾ ഒന്ന് താണു വരണമേ. ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഞങ്ങൾക്കാരുമില്ല യേശുവേ, ഞങ്ങൾക്കാരുമില്ല. ഞങ്ങൾ നിന്നോടൊരു വാക്ക് പറയുകയാണ് യേശുവേ. നിന്റെ വചനം അനുസരിച്ച്, നിന്റെ വചനം വിശ്വസിച്ച്, നിന്നെ സ്നേഹിച്ച് ഒരു പുതിയ ജീവിതം ഇന്ന് മുതൽ ജീവിക്കുമെന്ന് ഞങ്ങൾ യേശുവിന്റെ സന്നിധിയിൽ ഒരു വാക്ക് പറയുകയാണ്. ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നതിനായി സ്തോത്രം. നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നീ തന്ന എല്ലാ നന്മകൾക്കും വചനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ വലിയ നാമത്തിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.